പേടിക്കാനൊന്നുമില്ല സർ. ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെയും ഉറക്കമില്ലാത്തതിന്റെയും പ്രോബ്ലം കൊണ്ട് വന്നതാ. ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് എണീക്കുമ്പോ നല്ല ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ ഉറക്കമില്ലായ്മയ്ക്ക് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് തരുന്നുണ്ട്. അത് വേണമെങ്കിൽ എടുത്താൽ മതി. ആ കുട്ടിക്ക് കൊടുത്തേരും. താങ്ക് യു ഡോക്ടർ. ഓ, നീ എഴുന്നേറ്റോ? ഫുഡ് കഴിക്ക്. എനിക്ക് വേണ്ട. കഴിക്കടി. ഇത് കഴിച്ചു തീരാതെ നീ എങ്ങോട്ടും ഇന്ന് പോവില്ല. ഞാനും. കഴിക്ക്. എന്നാ വാ തുറക്കാൻ. നിനക്ക് കുറച്ച് ടാബ്ലറ്റുകളൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്. അത് ഞാൻ ക്ലാരയുടെ കൈ കൊടുത്തു വിടാം. അതുവരെ ഇവിടെ മര്യാദയ്ക്ക് ഇടങ്ങി കിടന്നോണം. ആ പിന്നെ, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടു എന്ന് കരുതി എപ്പോഴും അത് പ്രതീക്ഷിക്കരുത്. ഇനി നീ ഇതുപോലത്തെ സാഹസം കാണിച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഡോണ്ട് റിപ്പീറ്റ് ദിസ്, ഓക്കെ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ചേച്ചി. മാഡം ഇന്നലെ എന്നാലും അങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ? ആ രാക്ഷസന്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിലും വലിയതിന് എന്ത് പറ്റാനാ ചേച്ചി? സോറി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ചേച്ചി. അതാ ഞാൻ അങ്ങനെ. മാഡത്തിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ വെറുതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാതെ അവസരത്തിനായി കാത്തിരിക്കും മാഡം. എന്തെങ്കിലല്ലേ ബുദ്ധിപൂർവമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മാഡത്തിന് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. എന്നെ ഒരു ചേച്ചിയെ പോലെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണ്ടോളൂ. താങ്ക് യു ചേച്ചി. പിന്നെ മാഡം വിളി വേണ്ട, എന്നെ ജിയോണാന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കുന്ന കേൾക്കാൻ എനിക്കും ഇഷ്ടം. അയ്യോ, അതൊന്നും വേണ്ട. സാറ് വഴക്ക് പറയും. അയാളൊന്നും പറയില്ല. ചേച്ചി എന്നെ ജിയോണാന്ന് വിളിച്ചാൽ മതി പ്ലീസ്. എന്നെ ഇനി മാഡം എന്ന് വിളിക്കണ്ടേ? എന്നാലും മാഡം അത് അങ്ങനെ പറയില്ലേ ചേച്ചി. അയാളെ ഇത് അറിയില്ല, പ്ലീസ്. ശരി, ഇനി ജിയോണാന്ന് വിളിക്കൂ. അതുപോലെ. ചേച്ചി ഇവിടെ ആയിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഞാനിവിടെ ഇത്തിരി പണിയിലായിരുന്നു, അതാ അങ്ങോട്ട് വരാഞ്ഞേ. എന്താ ചേച്ചി ചെയ്യുന്നേ? ഇവിടുത്തെ സ്റ്റാഫിനും ഗാർഡ്സിനും ഒക്കെ ജ്യൂസ് കൊടുക്കാൻ വേണ്ടി അത് എടുത്തോണ്ടിരിക്കുക. ഞാൻ ചേച്ചി ഹെൽപ്പ് ചെയ്യാം പ്ലീസ്. അയ്യോ, അതൊന്നും വേണ്ട. റോഷൻ സാർ അറിഞ്ഞ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഞാൻ നല്ല മൂഡിൽ നിൽക്കുമ്പോ ആ കാലന്റെ കാര്യം പറഞ്ഞ എന്നെ മൂടി കളയാതെ ചേച്ചി. ജീവന, ഞാൻ സാറിനെ ന്യായീകരിക്കുന്നതല്ല. സാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തെറ്റാണെന്ന് എനിക്കും അറിയാം. പക്ഷേ സാർ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. സാറിന്റെ അമ്മയുടെ മരണം കഴിഞ്ഞിട്ടാണ് സാർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ദേഷ്യം, ഇങ്ങനെ ഈ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ് സാറിന് കിട്ടിയത്. അത് നീ ഹെൽപ്പ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. സാറിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എന്റെ അമ്മ ഇവിടെ മുമ്പ് ജോലിക്ക് നിന്നിട്ടുണ്ട്. അമ്മ മരിച്ചുപോയി. പക്ഷെ അന്ന് തൊട്ട് ഞാൻ സാറിനെ കാണുന്നതാ. പണ്ട് സാർ ഒരു പാവം കുട്ടിയായിരുന്നു. സാറിന്റെ അമ്മ മരിച്ച പിന്നെയാ സാർ ഇത്രയും റൂഡായിട്ട് പെരുമാറാൻ തുടങ്ങിയത്. സാർ എത്ര ക്രൂരനാണെങ്കിലും നിഷ്കളങ്കരായവരെ സാർ ഉപദ്രവിക്കാറില്ല. പിന്നെ അയാൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെനിക്കറിയില്ല. ചിലപ്പോ നിന്നോടുള്ള പ്രണയം കൊണ്ടായിരിക്കുമെങ്കിലോ? ചേച്ചി, എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കരുതേ. അങ്ങോട്ട് മാറ്, ഞാൻ ഉണ്ടാക്കിക്കോളാം ജ്യൂസ്. അയ്യോ, അതൊന്നും വേണ്ട. ഇനി ഒന്നും വേണ്ട. പോയി ലഞ്ച് പ്രിപ്പയർ ചെയ്യ്, ഞാനിത് നോക്കിക്കോളാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ദാ ചേച്ചി ജ്യൂസ് എടുക്ക്. പിന്നെ അല്ല, എന്നെ കുറിച്ച് പിന്നെ എന്താ കരുതിയ? ഞാൻ ഇത് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുത്തിട്ട് വരാവേ. അയ്യോ, അതൊന്നും വേണ്ട. അതൊന്നും സാരമില്ല. ചേച്ചി ഇവിടുന്ന് വെജിറ്റബിൾ കട്ട് ചെയ്യില്ലേ, ആ നടക്കട്ടെ. ഞാൻ ഇത് കൊണ്ട് കുടിച്ചിട്ട് വരാം.
അത് ഞാൻ ജ്യൂസ് കുടിക്കാറില്ല ചേച്ചി. ഞാൻ ലെമൺ ജ്യൂസ് മാത്രമേ അങ്ങനെ കുടിക്കാറുള്ളൂ. അയ്യോ, അമ്മ അത് നേരത്തെ പറയണ്ടേ. ഞാൻ ലെമൺ ജ്യൂസ് എടുത്ത് തരാം. ഏയ് വേണ്ട, എനിക്കിപ്പോ ലെമൺ ജ്യൂസ് കുടിക്കാൻ ഒരു മൂഡില്ല. ഞാൻ ഇത് ബാക്കിയുള്ളവർക്കും കൂടി കൊടുത്തിട്ട് തരാവേ. എനിക്ക് കുറെ നാളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ചേച്ചി. പിന്നെന്താ നീ നേരത്തെ പറയുന്നത്? ഇത് ഉറക്ക ഗുളികയല്ലേ? ഇതെവിടുന്ന? അന്ന് നിന്നെ നോക്കിയ ഡോക്ടർ നിനക്ക് തന്നതാ. റോഷൻ സാർ പറഞ്ഞു നിനക്കിത് കൊടുക്കണ്ടെന്ന്. നീ ഇതുവരെ ദുരുപയോഗം ചെയ്താലും നോക്കിട്ടായിരിക്കും തരണ്ടെന്ന് പറഞ്ഞത്. ഏതായാലും സാർ അറിയണ്ട. ശരി ചേച്ചി, ആ വെള്ളം ഒന്ന് എടുത്തു തരുമോ? ക്ലാര വെള്ളം എടുക്കാൻ തിരിഞ്ഞപ്പോഴത്തേനും ജീവന ആ ബോട്ടിൽ നിന്ന് 2-3 കുടികൾ അധികം എടുത്ത് അവൾ ഇട്ടിരിക്കുന്ന ജീൻസിന്റെ പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ടൊരു ഗുളിക എടുത്ത് കയ്യിലും പിടിച്ചു. വെള്ളം പോയി കിടന്നു. ആ ബോട്ടിലിങ്ങ് തന്നേക്ക്. വയ്യ, എനിക്ക് മടുത്തു ഈ ജീവിതം. അയാൾക്ക് എന്നെ ജീവനുള്ളപ്പോഴല്ലേ പിടിച്ചിവിടെ വെക്കാൻ പറ്റൂ. ഇനി അയാളെ ഞാൻ അതിന് സമ്മതിക്കില്ല. ഇല്ല ഇല്ല, എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? സോറി ക്ലാരച്ചി, എനിക്കിങ്ങനെ ചുമ്മാ അടങ്ങിയിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. അതിനൊരു മാർഗം കണ്ടപ്പോൾ ഞാൻ അത് ചെയ്യാം. സോറി. You messed up everything, Gianna. You're gonna pay for this. എങ്ങനെയെങ്കിലും സേഫായിട്ട് വീട്ടിലെത്താൻ പറ്റിയാൽ മതിയായിരുന്നു. എങ്ങോട്ടാ? ഞാൻ കൊണ്ടുവിടണോ? വഴി മാറടോ. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാനിവിടെ പോലീസിന് കംപ്ലൈന്റ് ചെയ്യും. നീ വിളിക്കുമ്പോ തന്നെ പോലീസ് വരാൻ എന്താ? നിന്റെ പോക്കറ്റിലാണോ പോലീസ് ഇരിക്കുന്നേ? എന്നെ കയ്യിന്ന് വിടടോ. വിടാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? വീട് വീട് എന്നെ വീട് വീടാ. നീങ്ങ് വാ, നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാം. എന്നെ ഒന്നും ചെയ്യരുത് സാർ, പ്ലീസ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതല്ലേടി നിന്നോട് കൂടുതൽ ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിക്കണ്ടെന്ന്. എന്നിട്ട് അവള് കാണിച്ചു വെച്ചേക്കുന്ന എന്താന്ന് നോക്ക്. നിനക്ക് ഞാൻ അറിയിച്ചു തീരുന്നുണ്ട് ഈ റോഷൻ മാത്യൂസ് എന്ന മാഫിയ ഡോൺ ആരാണെന്ന്. നിനക്ക് ഞാൻ ശരിക്കും അറിയിച്ചു തരാം ഞാൻ ആരാണെന്ന്. നിനക്ക് രക്ഷപ്പെടണം അല്ലേ? നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം. ഇനി ഞാനിങ്ങനെ ഒരിക്കലും ചെയ്യില്ല.
bathroom. They tell me that I'm never gonna make it. They want me to do something that can make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being just meant to filling up every page, no privacy. They just want you to set And silently, they could build and build until you finally see. Whoa, don't slack it's off. taking over, Wake up damn, no every closure, morning, make a moving good closer. impression on your boss. No Don't do exposure, anything I that just I wanna wouldn't be do. a And when loner. you're making money, Some make sure can't you stay don't spend sober, it. looking over